ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ചതിയൻ്റെ മുഖം റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയൂലേ, ഇന്ന ആൾ ചതിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇന്നിങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ സിസ്റ്റമാണ് എന്നെ ചതിച്ചത്, ആ സിസ്റ്റത്തിൻ്റെ പോരായ്മ മൂലമാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെ പറയൂലേ. അങ്ങനെ നമ്മുടെ പരാജയത്തിനും നമ്മുടെ നഷ്ടങ്ങൾക്കും ഒക്കെ കാരണം നമ്മളെ ചുറ്റുമുള്ളവരിലോട്ട് നമ്മളിങ്ങനെ വിരൽ ചൂണ്ടും അല്ലേ. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചതിച്ചത് ആരാന്നറിയോ? ആ ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ ഇങ്ങോട്ട് ചൂണ്ടിയിരിക്കുന്ന വിരലുകളുണ്ട് അല്ലേ. അതെ ഗൈസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയെന്നല്ലേ. ഇത് നിങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ കുറച്ച് ഒരു എക്സ്ട്രാ ബുദ്ധിയുള്ള ആളുകൾ പറയും, ഓ ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേന്ന്. ഗൈസ്, നിങ്ങൾക്കറിയാം, പക്ഷേ അവനെ തിരിച്ചറിഞ്ഞ് അവനെ തലക്കിട്ട് 2 കൊട്ട് കൊടുത്തിട്ട് തിരുത്താൻ പലപ്പോഴും നിങ്ങൾ മറക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ, അതായത് അവൻ നിങ്ങളെ ചതിക്കുമ്പോൾ ഓ ഇത് നമ്മൾ അരീബ പറഞ്ഞ ആ സാധനമാണെന്ന് ഓർത്തിട്ട് 2 കൊട്ട് കൊടുത്തിട്ട് അവനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നെളിഞ്ഞ് നിന്ന് പെർഫോം ചെയ്യണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പം എന്താ കാര്യം എന്നല്ലേ, നമ്മൾ ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കാം. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. 9 മണി 10 മണിക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4 മണിക്ക് എണീക്കണം, കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, ഒരു 5 മണിക്ക് എണീക്കണം, കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കിടന്നു, നമ്മൾ അലാറൊക്കെ വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ എന്തോ കാരണം കൊണ്ട് 4:50 അങ്ങ് എണീറ്റു. കാരണം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എണീക്കണം, നേരത്തെ എണീക്കണം, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ എന്തോ കാരണം കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് നേരത്തെ എണീറ്റു. അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അടുത്ത അലാറം അടിക്കാനുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, 10 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കണ്ണടച്ച് കിടക്കാം എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കണ്ണടച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പം നമ്മളെ മനസ്സ്, അതായത് നമ്മൾ അതേ ശബ്ദമുള്ള ഈ ചതിയൻ, ഈ പഹയൻ, ഈ ഒരു എന്താ പറയുക നഫ്സ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ചതിക്കുന്ന ഈ ഒരു ചതിയൻ നമ്മുടെ അടുത്ത് പറയാണ്, 2 മിനിറ്റേ നീ ആലോചിച്ച് കിടന്നിട്ടുള്ളൂ, ഒരു 8 മിനിറ്റ് ഉണ്ട്, ഒരു 5 മിനിറ്റ് ഒന്ന് ഉറങ്ങിയേക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉറങ്ങിയാലും നീ എത്രയോ നേരത്തെയാണ്. കാരണം ഇൻ്റർവ്യൂ എടുക്കുന്നത് 10 മണിക്കാണ്, നീ ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല, 5 മണിക്ക് തന്നെ എണീക്കണ്ട, ഒരു 6 മണിക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ നമ്മളോട് പറയും. നമ്മളെ സെയിം ശബ്ദമാണെന്ന് ഓർക്കണം, നമ്മളെ മനസ്സാണെന്ന് ഓർക്കണം, നമുക്കെന്തോ നല്ല കാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കും പറയുക. അപ്പം അതും വിശ്വസിച്ചിട്ട് നമ്മളങ്ങ് കിടക്കും. പിന്നെ നമ്മൾ നീക്കുന്നത് നേരം 10 മണിക്കായിരിക്കും. ഇൻ്റർവ്യൂ മിസ്സായോ, മീറ്റിംഗ് കൊളായോ, ഒക്കെ കൊളാവും. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് നേരത്തെയാണ്, അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവനെ അങ്ങ് തട്ടിയിട്ട് ഇങ്ങനെ പറയണം, എടാ 10 മിനിറ്റ് നേരത്തെയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം, വേണമെങ്കിൽ എക്സ്ട്രാ ഇന്ന് അയൺ ചെയ്യാത്ത ഡ്രസ്സ് അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാം, ഒരു വാമപ്പൊക്കെ എടുക്കാം. ഇങ്ങനെയൊക്കെ ഇവൻ്റെ അടുത്ത് തിരിച്ച് പറയണം. അപ്പം ഇവനൊന്ന് പതുക്കെ എന്നാൽ പിന്നെ നൈസായിട്ടൊന്ന് ഒതുങ്ങിയേക്കാം, അങ്ങനെ ഇവനെ ഒതുക്കണം. പിന്നെ ഇവൻ്റെ വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഇന്ന് മുതൽ ഞാൻ ഭയങ്കര ഡയറ്റാണ് എന്നൊക്കെ വിചാരിക്കട്ടോ. അന്നത്തെ ദിവസം നമ്മളെ മുന്നിൽ ഒരുപാട് ഫുഡ് വരും. അപ്പം ഇവൻ്റെ ഒരു വർത്താനുണ്ട്, ഒരുപാട് ഫുഡ് വരുന്നതെന്നല്ല, സാധാരണ ഇത്തരം ഫുഡുകളൊക്കെ നമ്മളെ മുന്നിൽ വരുന്നതാണ്. പക്ഷെ അന്നത്തെ ദിവസം നമുക്കത് ഹെവി ആയിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറ്റ് എടുക്കാന്നുള്ള തീരുമാനം എടുത്തോണല്ലോ. അപ്പോൾ ഇവൻ പറയും, എടാ ഇന്ന് മന്തി ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്, ഇന്ന് നന്നായിട്ട് അങ്ങ് കഴിച്ചിട്ട് നാളെ മുതൽ നീ ഡയറ്റ് തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് നീ ഡയറ്റ് തുടങ്ങിക്കോ. കാരണം എന്താ വെച്ചാൽ ഇത് മിസ്സാക്കിയാൽ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ, ഇത് മിസ് ചെയ്യണ്ട എന്നൊക്കെ പറയട്ടോ. ഇവൻ പറയുന്നത് ആരെ ശബ്ദത്തിലാണ്? നമ്മളെ ശബ്ദത്തിൽ നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇത് മിസ് ചെയ്താൽ ഖേദിക്കും. ഓക്കെ, ഈ ഒരു തവണയും കൂടി ഞാൻ ഇത് കഴിക്കുകയാണ് എന്ന് കരുതിയിട്ട് നമ്മളത് കഴിക്കും. ആ സമയം ഇവൻ്റെ അടുത്ത് എന്ത് പറയണം? നമ്മൾ പറഞ്ഞതാ, കഴിക്കൂല എന്ന് പറഞ്ഞാൽ കഴിക്കൂല. മന്തിയല്ല, അതിൻ്റെ അപ്പുറം ബിരിയാണി വന്നാൽ പോലും നമ്മൾ കഴിക്കൂല എന്നാണ് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം. അപ്പം ഇവൻ മയമ്പത്തി പിടിച്ച് ഇങ്ങനെ മാറ്റി തന്നോളൂ. ചില നേരത്തെ ഇവനൊരു സ്വഭാവമുണ്ട്, 10 മിനിറ്റേ നമുക്ക് ബസ്സിൽ കയറാനുണ്ടാവുള്ളൂ. അപ്പം ഇവൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, 10 മിനിറ്റ് കൂടെ ഉണ്ട്, കുറച്ച് നേരം റീൽസൊക്കെ നോക്കാം,
വെറുതെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് വെയിൽ കൊള്ളണ്ട എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, ടാനൊക്കെ അടിക്കല്ലോ, 10 മിനിറ്റ് നേരത്തെയാണ്, വെറുതെ അവിടെ അങ്ങാടി പോയി ബസ് സ്റ്റോപ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒന്ന് വീട്ടിലെ മുറ്റത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഈ സോഫയിൽ ഇരുന്നിട്ട് ഈ ഫാൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ റീൽസ് ഇങ്ങനെ കാണും അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ 10 മിനിറ്റ് പോയതേ അറിയൂല, ഇവൻ നമ്മൾ അറിയിക്കൂല. അങ്ങനെ നമ്മൾ അതിലിങ്ങനെ മുഴുകിയിരുന്ന് ബോധം വരുമ്പോൾ ബസ് പോയിണ്ടാവും. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറായിണ്ടാവും, അല്ലെങ്കിൽ 11 മിനിറ്റ്, എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പറ്റിച്ചു. അത്തരം പറ്റിക്കുന്ന ഇവനോട് എന്ത് പറയണം? ഇത്തരത്തിൽ നമ്മളെ മയക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തിട്ട് മാറിക്കോ, മനസ്സിലാവുന്നുണ്ട്, എങ്ങോട്ടാ നിന്റെ ചാട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ സൈഡായിക്കോളും. പിന്നെ ഇവൻ്റെ വേറൊരു ഇതുണ്ട്, എന്താ വെച്ചാൽ നല്ല ദാഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അപ്പുറത്തെ റൂമിൽ പോകണം, അല്ലെങ്കിൽ കിച്ചൺ വരെ പോകണം, വെള്ളം എടുക്കണം, എന്നിട്ട് കുടിക്കണം. ഇതൊക്കെ വലിയ ഇടങ്ങേറാണ്. തൽക്കാലം വെള്ളം കുടിക്കണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ദാഹം മറക്കും, നമ്മൾ വേറെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോഴായിരിക്കും വല്ല യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇവൻ നമ്മളെ ചതിച്ച കാര്യം നമ്മൾ ഓർക്കുക. അപ്പോഴും നിങ്ങളാരും ഓർക്കത്തൊന്നുമില്ല, വെള്ളം കുടിക്കാത്തതിൻ്റെ പോരായ്മ അറിയും. പക്ഷെ വെള്ളം കുടിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം ആരാ? വെള്ളം കുടിക്കാനും നമുക്ക് ദാഹം തോന്നിയിട്ടും ഇപ്പം വേണ്ട എന്ന് തോന്നിച്ചതാരാ? ആ പഹയൻ, ആ ചതിയൻ, അവനാണത് ചെയ്തത്. നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തത്? നമ്മൾ പറയും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനാ, വെള്ളം സമയത്തിന് കുടിക്കണം എന്ന്. അപ്പോൾ നമുക്കറിയാം വെള്ളം കുടിച്ചാൽ നമ്മളെ ബോഡി ഹെൽത്തി ആയിരിക്കും, നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആവും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ബോധത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളെ കുടിപ്പിക്കാത്ത ആരാ? മടി മൂലം, അല്ലെങ്കിൽ നമ്മൾ അതേ വോയിസിൽ ഇപ്പം വേണ്ട പിന്നെ കുടിക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോലെ അപ്പം കുടിക്കാം, ഇങ്ങനെയൊക്കെ നമ്മളോട് മയത്തിലും തഞ്ചത്തിലും പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ആരാ? അന്ത പഹയൻ. അവനോട് വായ പൂട്ടി സൈഡോട്ട് നിൽക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ഡീഹൈഡ്രേഷൻ വരും, സ്കിന്ന് ഡ്രൈ ആവും, ഇങ്ങനെ പല രീതിക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. പിന്നെ ഇവൻ്റെ വേറൊരു പരിപാടി ഉണ്ട് ഗൈസ്, എന്താണെന്നല്ലേ? അതായത് മെഡിസിനൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം അടുത്ത ടൈം മെഡിസിൻ കഴിക്കാനാണെന്ന്. അപ്പോൾ ഇവൻ നമ്മളെടുത്ത് പറയും കുറച്ച് നേരം കഴിഞ്ഞോട്ടെ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാമെന്ന്. പക്ഷെ ആ കുറച്ച് നേരം എന്ന് പറഞ്ഞ് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തോട്ട് പോകാൻ അന്നത്തെ ദിവസം മരുന്ന് കുടിക്കാൻ മറക്കും. നമ്മൾ മരുന്ന് കുടിക്കാൻ മറക്കാൻ കാരണം ആരാ? കുറച്ച് നേരത്തെ നമ്മൾ ഓർമ്മയായ സമയത്ത് നമ്മളോട് ഇപ്പം വേണ്ട പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ ആരാ? അന്തപ്പഹയൻ, ചതിയൻ. ആ ചതിയനോട് നീ മിണ്ടരുത്, സൈഡിലോട്ട് മാറി നിന്നൊന്ന് പറയാൻ പറ്റിയ അന്ന് നമ്മൾ കറക്റ്റ് സമയത്ത് മരുന്ന് കുടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ, നമ്മൾ പഠിക്കാതിരിക്കാൻ നമുക്കറിയണം, അന്നാന്ന് പഠിക്കണം അല്ലേ? കാരണം നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്, നമ്മളെ ടീച്ചേഴ്സ് പറയാറുണ്ട്, പാരൻസ് പറയാറുണ്ട്, എല്ലാവരും പറയും അന്നാന്ന് പഠിക്കണം. പക്ഷേ ഇന്ത പഹേ നമ്മൾ അതേ ശബ്ദത്തിൽ വന്നിട്ട് നമ്മളോട് പറയും എക്സാമിന് ഇനി 1 മാസമുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ചില്ലാവാം, നമുക്ക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ പഠിക്കാം, അല്ലെങ്കിൽ പറയാം ഒരാഴ്ച ഈ സബ്ജക്റ്റ് 4 സബ്ജക്റ്റാണ്, അപ്പോൾ 5 ആഴ്ചയുണ്ട്, ഈ ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഈ 4 സബ്ജക്റ്റുകൾ അങ്ങ് ഓരോ ആഴ്ച ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കാം. പിന്നെ നമുക്ക് ബോധം, അതായത് നമ്മൾ പഠിക്കുന്ന ഓർക്കല് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരിക്കും. അപ്പം നമ്മളോട് ഈ പഹയും പറയും 7 ദിവസമുണ്ട്, 4 സബ്ജക്റ്റ് ഉണ്ട്, ഈ ഒരു 2 ദിവസം കൂടെ ഒന്ന് ചില്ലായതിന് ശേഷം ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കാം. ഇങ്ങനെ ഇവൻ പറയും. അതും വിശ്വസിച്ച് പഠിക്കാതെ ഇരുന്ന ആർക്ക് നഷ്ടം? നമുക്ക് നഷ്ടം. ഇവനോട് മിണ്ടാതെ മാറി നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ മാറി നിൽക്കാൻ പറയണമെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പവറായിട്ട് നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മളങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അടിക്കുന്ന രീതിക്ക് നമ്മൾ സ്വപ്നം കാണണം, ആഗ്രഹിക്കണം. അപ്പം ഈ പഹയൻ അപ്പം എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അതായത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റിലും നിങ്ങളെ മനസ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പറയുന്ന നിങ്ങളുടെ റൈറ്റ് സൈഡാണോ അതോ നിങ്ങൾക്ക് ദോഷത്തിന് വേണ്ടി പറയുന്ന ഡാർക്ക് സൈഡാണോ എന്ന് നോക്കുക.
അപ്പോൾ അത് ശരിക്കൊന്ന് വിലയിരുത്തുക. ഇവർ നമ്മൾ അതേ ശബ്ദമാണ്, നമ്മൾ അതേ എന്താ പറയുക സ്മെല്ലാണ്, മൊത്തത്തിൽ നമ്മൾ തന്നെയാണ്, നമ്മൾ ഉള്ളിൽ നിന്നാണ് അത് പറയുന്നത്. അപ്പം നമുക്ക് അവനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കിയിട്ട് കൊട്ട് കൊടുത്തിട്ട് അവൻ അങ്ങ് മാറ്റി നിർത്തി അവനിങ്ങനെ പറഞ്ഞു പോകും. കാരണം എന്താ പറയുക, ഭയങ്കര നാക്കുള്ള ആളാണ് ഇവന്. കാരണം ഇവൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ലോജിക്കലി പറയുള്ളൂ. അത് വേറെ വിഷയം. അതാണ് ഏറ്റവും വലിയ ചതി. ലോജിക്കലി പറഞ്ഞ് നമ്മളെ കുഴി ചാടിക്കലാണ് ഈ പഹേൻ്റെ മെയിൻ പണി. സോ ഈ പഹേനെ തിരിച്ചറിഞ്ഞ് ദിവസത്തിൽ ഇങ്ങനെ ടട്ടെ കൊട്ടി 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 അവസാനം കൊട്ടി 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 നമ്മളെ ജീവിതം നമ്മളിങ്ങനെ രക്ഷപ്പെടുത്തിയേ മതിയാവും. കാര്യം വേറെ വഴിയില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് രക്ഷപ്പെടണ്ടേ. സോ ഈ പഹേനെ നമ്മളെ കൂടെയുള്ള ഈ ചതിയനങ്ങ് പിടിച്ച് താഴെയിട്ടിട്ട് വേണം നമുക്ക് സ്റ്റഡിയായി കയറി വരാൻ. അപ്പം എല്ലാവർക്കും കയറി വരാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.